ഗുഡ് ഈവനിങ്. സാറെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പൗലോസ് ചേട്ടൻ, വിൽസൺ ചേട്ടൻ, അതുപോലെ തന്നെ ജിജു, ഇവർ 3 പേരും നവ്യയ്ക്ക് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭഘട്ടത്തിൽ പ്രൊഡക്ഷൻ എന്താണെന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. ബേസിക്കലി എനിക്ക് ഫുഡ് എന്താണെന്നേ അറിയില്ലായിരുന്നു. ഈ പരിപ്പുവടയും ഉഴുന്നട കഴിച്ച് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് എനിക്കിത് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഇതെന്താണെന്നും ഏതാണെന്നും ഇതിൻ്റെ ആരംഭ പാഠങ്ങൾ പറഞ്ഞു തന്നതും പഠിച്ചതും വിൽസൺ ചേട്ടനിൽ നിന്നാണ്. അപ്പം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അത്രയും ആത്മാർത്ഥതയുള്ള, അത്രയും കാമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വിൽസൺ ചേട്ടൻ. ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയി. വിൽസൺ ചേട്ടൻ ഇപ്പം ഫെയർവെല്ലായിരിക്കുകയാണ്. അതുപോലെ തന്നെ പൗലോസ് ചേട്ടൻ പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് പൗലോസ് ചേട്ടൻ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 2 ആക്സിഡൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും പേഴ്സണലായിട്ടും എനിക്കിന്ന് മാത്രമല്ല, നവയിലുള്ള ഓരോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും പൗലോസ് ചേട്ടൻ അത്രയും വിലപ്പെട്ടതാണ്. കമ്പനിക്ക് വേണ്ടിയും എല്ലാ കാര്യത്തിനു വേണ്ടി എപ്പോഴും ഓട്ടത്തിലാണ്. പൗലോസ് ചേട്ടൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജിജു കുറഞ്ഞ കാലം കൊണ്ട് എല്ലാവരുടെയും മനസ്സിലിടം പിടിച്ച ആളാണ് ജിജു. ജിജു നോക്കുന്ന സെക്ഷൻ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്നു, എങ്ങനെയാണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ, സെക്ഷൻ ഹാൻഡ്ലിങ്, ഇതെല്ലാം ജിജു വളരെയധികം നന്നായിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത്. ക്രിസ്മസിനൊക്കെ ജിജുവിൻ്റെ ആ ഒരു ജോലിയിലോടുള്ള ആത്മാർത്ഥത ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ പോലും വിസ വന്ന് 15-ാം തീയതി ജിജു പോവാണ്. അപ്പോൾ ഈ ഒരു ആഴ്ചക്കാലം വരെ ജിജു കമ്പനിയിൽ തുടർന്നു. റിസൈൻ ചെയ്തിട്ടും ആ പോകുന്ന സമയം, വിസ വന്ന് കഴിഞ്ഞ് പോലും പോകുന്ന സമയം വരെ കമ്പനിയിൽ തുടർന്ന് അത്രയും ആത്മാർത്ഥമായിട്ടാണ് ജിജുവും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭാവിയിലേക്കുള്ള എല്ലാ ഭാവങ്ങളും നേരുന്നു. ജിജുവിന് ഓസ്ട്രേലിയയിൽ പോയിട്ട് ഇനിയും വളരെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ജോലിയൊക്കെ ചെയ്ത് സിൻസിയറായിട്ട് ചെയ്യുന്ന തൊഴിലിനെ സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു നാളെയെ കെട്ടിപ്പടുത്താനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. താങ്ക് യു.